നമസ്കാരം. KSRTCയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. അവരെ തിരിച്ചെടുക്കേണ്ട കാര്യമില്ല എന്നും PSC വഴി മാത്രമേ നിയമനം നടത്താവൂ എന്നും ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. എംപാനൽ ജീവനക്കാർ തങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണമെന്നും തങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നും ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും 10 വർഷത്തിലധികമായി 10-20 വർഷമായി ജോലി ചെയ്യുന്നവരാണ് തങ്ങളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നൽകിയിരുന്ന ഹർജി പരിഗണിച്ചുകൊണ്ട് ആ ഹർജി തള്ളിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിധി പ്രഖ്യാപനത്തിൽ കേരള ഹൈക്കോടതി പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു വസ്തുത, KSRTCയിലെ എംപാനൽ ജീവനക്കാരെ KSRTC പറ്റിച്ചിരിക്കുകയാണ്. അവർക്ക് സ്ഥിരം നിയമനം ലഭിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരെ പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നു. എന്തധികാരത്തിലാണ് അത്തരമൊരു പ്രതീക്ഷ നൽകിയത്? എന്തധികാരത്തിലാണ് സ്ഥിര നിയമനത്തിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഈ ജീവനക്കാർക്ക് തോന്നലുണ്ടാക്കിയത് എന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് എടുത്തു പറഞ്ഞു. രാജ്യത്തെ പൊതു നിയമനങ്ങളിൽ KSRTC ഒരു സർക്കാരിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥാപനമാണ്. അത് കോർപ്പറേഷൻ ആണെങ്കിൽ കൂടി അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സർവീസിലും നിയമനം നടത്തണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ PSCക്കോ UPSCക്കോ മാത്രമാണ് അധികാരമുള്ളത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലുള്ള എല്ലാ ഓഫീസുകളിലും ജോലിക്കാരെ നിയമിക്കേണ്ടത് PSC ആണ്. അങ്ങനെ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കാൻ പോലും PSCക്ക് സംവിധാനമുണ്ടായിരിക്കവേ എംപാനൽ എന്ന പേരിൽ എന്തുകൊണ്ടാണ് പിൻവാതിലിലൂടെ നിയമനം നടത്തിയത് എന്ന ചോദ്യം ചോദിക്കുകയും എംപാനൽ ജീവനക്കാരുടെ ഹർജി തള്ളിക്കളയുകയുമാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇതിന് കഴിഞ്ഞ 15 ദിവസമായി ജോലി നഷ്ടപ്പെട്ട അന്നു മുതൽ KSRTCയിലെ എംപാനൽ ജീവനക്കാർ വിവിധ തരത്തിലുള്ള സമര പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും അവർ ധർണകളും റാലികളും നടത്തി. അങ്ങനെ തിരുവനന്തപുരത്തെത്തിയ എംപാനൽ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ 15 ദിവസമായി സമരത്തിലാണ്. അവരിപ്പോഴും അവിടെ കുടില് കെട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ നടു റോഡിൽ വെള്ള വസ്ത്രമണിഞ്ഞുകൊണ്ട് മരണത്തെ ക്ഷണിച്ചുകൊണ്ടുന്ന പ്രതീകാത്മകമായി അവരിപ്പോൾ സമരം നടത്തുകയാണ്. ആ സമരം തുടരും എന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. ഇനി ഞങ്ങളുടെ പ്രതീക്ഷ സർക്കാരാണ് എന്ന് അവർ പറയുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് അവർ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ സർക്കാരിന് വേണമെങ്കിൽ അവരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അവകാശവും അധികാരവുമുണ്ട്. സർക്കാർ അത് പരിഗണിക്കും എന്ന്. അതുകൊണ്ട് സർക്കാരിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുകയാണ്, സർക്കാരിൻ്റെ മനസ്സ് മാറുന്നതിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുകയാണ് എന്നവർ പറയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്നവർ വെള്ള പുതപ്പ് പുതച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരത്തിൽ ഏർപ്പെടുന്നു. അതായത് ഞങ്ങളുടെ മുൻപിൽ ഇനി മരണം മാത്രമാണ് വഴി എന്ന തരത്തിൽ. എന്തായാലും PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാഷ്ട്രീയക്കാർ പലപ്പോഴും അവർക്ക് താല്പര്യമുള്ളവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി എംപാനൽ എന്ന വ്യത്യസ്തമായ ഒരു പേരുമായി രംഗത്ത് വന്നതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടപ്പെട്ടപ്പോൾ KSRTCക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിയെ KSRTC അതിജീവിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കണം എന്നുള്ള ഒരു ആവശ്യകതയ്ക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുറവിളിക്ക് ഇപ്പോൾ കുറവും വന്നിട്ടുണ്ട്. എന്തായാലും എംപാനൽ ജീവനക്കാരെ സംബന്ധിച്ചോളം അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, പകരം ഒഴിവ് വരുന്നിടങ്ങളിലൊക്കെ ഞങ്ങൾ PSC വഴി നിയമനം നടത്തുമെന്നാണ്. കണ്ടക്ടർ ഡ്രൈവർ തസ്തികകൾ PSCയുടെ ലിസ്റ്റുണ്ട്. അതിൽ മെമ്മോ കൊടുത്തിട്ടും ജോലിയിൽ കയറ്റുന്നില്ല എന്ന പരാതിയുമായി ഈ PSC റാങ്ക് ഹോൾഡേഴ്സും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവരുടെ കേസ് പരിഗണിച്ചുകൊണ്ടാണ് എംപാനൽ ജീവനക്കാരുടെ പരാതി കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്.